നോക്കൂ, മുസ്ലിം ലീഗിന്റെ വോട്ട് ശതമാനം നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേടിയത് 6%, മുസ്ലിം ലീഗ് നേടിയത് 6.1% വോട്ടുകളാണ്. നോക്കൂ, തദ്ദേശത്തിലേക്ക് വരുമ്പോൾ അത് 9.77% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് വോട്ട് ശതമാനത്തിൽ അവർക്ക് വർധനവുണ്ടായിട്ടുണ്ട് അതാണ് ഈ കണക്ക് പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയ വോട്ടുകൾ ഇത്തവണ അവർക്ക് തദ്ദേശത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. ഏകദേശം 3% വരുന്ന വർധനവ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനുണ്ടായിട്ടുണ്ട്. CPI നോക്കൂ, CPIക്ക് 6.2% വോട്ടുകൾ ലോക്സഭയിലുണ്ടായിരുന്നു. തദ്ദേശത്തിലേക്ക് വരുമ്പോൾ അത് 5.58% കുറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് താരതമ്യം ചെയ്യേണ്ടത് CPM CPL ഈ കണക്കെടുപ്പിൽ ഓരോ കക്ഷികളും അവർ മത്സരിച്ച സീറ്റുകളുമായി താരതമ്യം ചെയ്യണം. ഉദാഹരണത്തിന് എല്ലാ കക്ഷികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അതുകൊണ്ട് ഈ താരതമ്യത്തിലും ചില പൊരുത്തക്കേടുകൾ ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ നമുക്ക് മുന്നിലുള്ള തൊട്ടു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പുമായുള്ള ഒരു താരതമ്യം എന്ന് മാത്രമേ നമ്മൾ നടക്കുന്നുള്ളൂ. ഇതാണ് സംസ്ഥാനത്ത് പൊതുവിൽ ഈ പാർട്ടികളുടെ കണക്കെടുപ്പിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മറ്റു പാർട്ടികളുടെ കണക്കെടുപ്പ് കൂടി ഈ ലോക്സഭാ തദ്ദേശ താരതമ്യം കൂടി വരുമ്പോൾ ശ്രദ്ധേയമാണ്. അതിൽ RSP അടക്കമുള്ള കക്ഷികളുടെ താരതമ്യം കൂടി വരുന്നുണ്ട്. RSPയുടെ താരതമ്യം വരുമ്പോൾ നോക്കൂ, കേരള കോൺഗ്രസ് എം, നമുക്ക് CPIക്ക് ശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ താരതമ്യത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് എം ലോക്സഭയിൽ 1.4% തദ്ദേശത്തിൽ വർധനവുണ്ടാക്കുന്നു. 1.62%. കേരള കോൺഗ്രസ് എമ്മിൻ്റെ 1.4% എന്ന് പറയുന്നത് അവർ മത്സരിച്ച കോട്ടയം ലോക്സഭാ സീറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ കണക്കെടുപ്പ് വന്നിരിക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവരും കോട്ടയം സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ലോക്സഭയിലേക്ക് 1.8% വോട്ടുകൾ, തദ്ദേശ കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ 1.33 എന്ന കണക്കാണ്. രണ്ടും വ്യത്യസ്ത സാഹചര്യമാണ്, വ്യത്യസ്തമാണ്. RSPയുടെ അല്പം കൂടി രസകരമായിരിക്കും. RSP നോക്കൂ, 2.2 വോട്ടുകൾ. നമുക്കറിയാം കൊല്ലത്ത് പ്രേമചന്ദ്രൻ സമാഹരിച്ച വോട്ടുകളാണ് ലോക്സഭയിൽ മാത്രം അവരുടെ പേരിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തദ്ദേശത്തിലേക്ക് അവർ സംസ്ഥാനത്ത് മൊത്തം പലയിടങ്ങളിലായി മത്സരിച്ചപ്പോൾ അവർ സമാഹരിച്ചത് വെറും 0.48% വോട്ടുകൾ മാത്രം. ഇതാണ് പാർട്ടികളുടെ വോട്ട് കണക്കിലുള്ള ഡിഫറൻസ് എന്നതാണ് സാഹചര്യം. ഇതാണ് സംസ്ഥാനത്തെ പാർട്ടികൾ കഴിഞ്ഞ ലോക്സഭയിലും തദ്ദേശത്തിലും അവരുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു ആകെച്ചിത്രം. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് പൂർണ്ണമായ പാർട്ടികളുടെ വിലയിരുത്തൽ ഈ കണക്കെടുപ്പിൽ നടത്താൻ കഴിയില്ല. 2 സാഹചര്യങ്ങൾ നടക്കുന്ന വോട്ടെടുപ്പാണ് എന്ന് മാത്രമല്ല, മുന്നണി സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നത്. മുന്നണിക്ക് പൊതുവായി സമാഹരിക്കുന്ന വോട്ടുകൾ കൂടി സ്ഥാനാർത്ഥികൾ ഏത് പാർട്ടിയുടേതെങ്കിൽ അവരുടെ പേരിൽ കൗണ്ട് ചെയ്യപ്പെടും എന്നതുകൂടിയാണ് ഈ കണക്കിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഒരു സങ്കീർണത പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്ന് മാത്രം. എന്തായാലും പക്ഷേ നമുക്ക് മുന്നിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ഡേറ്റ എന്ന രീതിയിൽ, ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന ഡേറ്റ എന്ന രീതിയിൽ നമുക്കത് പരിഗണിച്ചു പോകാം എന്നതാണ്. ഇനി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭയും ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പും തമ്മിൽ മുന്നണികളുടെ വോട്ട് ശതമാനത്തിൻ്റെ താരതമ്യം കൂടി രസകരമായിരിക്കും. അതൊന്നും നമുക്ക് നോക്കാം. അതിലേക്ക് വരുമ്പോൾ നോക്കൂ, UDF സമാഹരിച്ചിരിക്കുന്ന വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭയിൽ 43.25%. എന്നാൽ തദ്ദേശത്തിലേക്ക് വരുമ്പോൾ 41.15% ഇത് കുറയുന്നു. അവരുടെ വോട്ട് ശതമാനം കുറഞ്ഞു എന്നാണ് ചിത്രം. ഇടതുമുന്നണി 33-ൽ നിന്നും 36 മാറുന്നു. അപ്പോൾ ഇടതുമുന്നണിക്ക് അവകാശപ്പെടാൻ ഒരുപക്ഷെ ഈ പോയിന്റ് ആയിരിക്കും അവർ ഉന്നയിക്കുക. കഴിഞ്ഞ ലോക്സഭയിൽ ഞങ്ങൾക്ക് 33.6% തദ്ദേശത്തിൽ ഞങ്ങൾ 36.2% എന്ന വർധനവ് വരുത്തിയെന്ന അവകാശവാദം അവർക്ക് ഉന്നയിക്കാം. NDA 19.4%-ൽ നിന്ന് 15 കുറഞ്ഞുപോയി എന്നൊരു വിഷയം കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ 2 സാഹചര്യങ്ങളിൽ നടന്ന 2 തെരഞ്ഞെടുപ്പുകളുടെ വോട്ട് വിശകലനമാണ് നമ്മൾ പൊതുവിൽ ഈ കണക്കിലൂടെ മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു പ്രതിഫലനമായി ഒരു പക്ഷേ ഇത് മാറാം. ഒരു കാര്യം വ്യക്തമാണ്, CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വോട്ട് ശതമാനത്തിൻ്റെ കണക്ക് ഈ 2 തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് തീർച്ചയായും പങ്കുവെക്കേണ്ടി വരും. അതിൽ കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയ കോട്ടകളിലേക്കുള്ള തിരിച്ചുവരവ്, പരമ്പരാഗത വോട്ടുകളിലേക്കുള്ള തിരിച്ചുവരവ് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ വോട്ട് ശതമാനം കൂടി തെളിയിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം മധ്യ കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെ കോൺഗ്രസിനെ UDF-നെ ഒപ്പം നിർത്തി എന്നതാണ്. ഘടകകക്ഷികളുടെ ഒന്നും കാര്യമായ പിന്തുണയില്ലാതെയും ആ കോട്ടകളിലേക്ക് കടന്നു കയറാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് കൂടിയാണ് ചിത്രം. ആ ചിത്രം വോട്ട് കണക്കിൽ കൂടി പ്രതിഫലിച്ചിട്ടുണ്ട്, കോൺഗ്രസിന് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് സാഹചര്യം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മാറിയ രാഷ്ട്രീയ മുഖത്തിൽ അവിടെ മെച്ചപ്പെടുന്ന ഒരു കണക്കിലേക്ക് UDF ഉയരുന്നുണ്ട്. UDF-ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പൊതുവിലുണ്ടായ വിജയം ഈ വോട്ട് ശതമാന കണക്കുകളിൽ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് മുന്നിൽ ഈ കണക്കുകൾ അനാവരണം ചെയ്യപ്പെടുന്നത് എന്നതുകൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യവും വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കിടയിൽ ഇരു പാർട്ടികളും 2 മുന്നണികളും ഇരു മുന്നണികളും പരസ്പരം പോരടിച്ചത് എന്നത് എങ്ങനെയെന്ന ചിത്രം കൂടിയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് സാഹചര്യം. യെസ്, നമുക്ക് എന്താണ് ഈ വോട്ടുകൾ
വോട്ട് കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം, വിശദമായി തന്നെ നോക്കാം. യെസ്, എന്താണ് ഈ സാഹചര്യം വിശദമായി നോക്കാം. വി അരുൺ എനിക്കൊപ്പമുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. എന്തായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന വോട്ട് കണക്കുകളിൽ ആര് മുന്നിൽ ആര് പിന്നിൽ എന്ന കണക്കെടുപ്പിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം മുന്നണിക്ക് കിട്ടിയ വോട്ടുകളും പാർട്ടിയുടെ പേരിൽ എഴുതപ്പെട്ടു എന്ന കണക്കുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രകടമാണ്, അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനത്തിൽ CPM-നെ അവർ മറികടന്നിട്ടുണ്ട്. പക്ഷേ ലോക്സഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ CPM അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുണ്ടായ വലിയ വിജയം, UDF-ന്റെ വിജയം, അതിൻ്റെ ഒരു പ്രതിഫലനം ഈ വോട്ട് ശതമാന കണക്കിൽ വരുന്നുണ്ട് എന്നത് വ്യക്തമല്ലായിരുന്നു. തെരഞ്ഞെടുപ്പിലൊന്നും ഉണ്ടാക്കാത്ത ഒരുപക്ഷേ ഈ പഞ്ചായത്ത് രാജ് പ്രതിപക്ഷ നേതാവ് VD സജീവൻ പറഞ്ഞതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് UDF-ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത്. സ്വാഭാവികമായും ആകെ വോട്ട് കണക്കിലുമൊക്കെ അത് പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്ന കണക്കുമാണ്. CPM മറ്റു തരത്തിലാണ് ഇതിനെ കാണുന്നത്. CPM പ്രധാനമായും പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ തന്നെ പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഈ ഗ്രാമപഞ്ചായത്തുകളിലും അത് പഞ്ചായത്തുകളിലെയും ഒന്നും അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ പോലും ഒരു വോട്ടിംഗ് പാറ്റേണോ വോട്ടോ ഒന്നും ഒരു രാഷ്ട്രീയ വോട്ടായി ആ രീതിയിൽ കണക്കാക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം ജില്ലാ പഞ്ചായത്തിലേക്കെങ്കിലും വന്നാൽ മാത്രമേ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് പാറ്റേൺ കാണാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും ചുരുങ്ങിയത് ജില്ലാ പഞ്ചായത്തെങ്കിലും ഭരണം. ഇതാണ് CPM-ന്റെ നിലപാട്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പിന്നിൽ പോയിട്ടില്ല എന്നൊരു ആത്മവിശ്വാസവും ഒരു പ്രതീക്ഷയുമാണ് CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ സൈദ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കുകൾ തന്നെയാണ്. ഇടതു മുന്നണിയെ മറികടക്കാൻ അവർക്കായിരിക്കുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുമ്പോഴും മുന്നണിക്ക് ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന, അവർക്ക് വലിയ മേൽക്കോയ്മ എപ്പോഴും കിട്ടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൂടി വോട്ട് കണക്കുകളിലെങ്കിലും ഇടതുമുന്നണിയെ മറികടക്കാൻ കഴിഞ്ഞു എന്ന സീറ്റ് കണക്കിലും അവർ തന്നെയാണ് മുന്നിൽ. അത് കോൺഗ്രസിന് UDF നൽകുന്ന ആത്മവിശ്വാസം, അവരുടെ പ്രതീക്ഷകൾ ചെറുതല്ല. പ്രത്യേകിച്ചും ഇനി ആഴ്ചകൾക്കപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കുകൾ തന്നെയാണ്. BJP-ക്കാകട്ടെ മറിച്ച് അത്രയൊന്നും ആഹ്ലാദിക്കാൻ ഇട നൽകുന്ന കണക്കുകളുമല്ല ഈ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടും അതുപോലെ വോട്ട് കണക്കുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചു എന്നതൊഴിച്ചാൽ BJP-ക്ക് കാര്യമായ ഒരു നേട്ടവും ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നാണ് CPM-ഉം കോൺഗ്രസും പറയുന്നത്. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോഴും വരുന്നത്. BJP-ക്ക് അത്രയധികം വളർച്ച ഉണ്ടായിട്ടുണ്ടോ? BJP 25% വോട്ട് വീതം എത്തിക്കുമെന്ന പ്രഖ്യാപനമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അമിത്ഷാ മുതൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വരെയുള്ളവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞ് പിന്നീട് ഇവിടുത്തെ നേതാക്കളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് BJP-ക്ക് തിരിച്ചടി തന്നെയാണ്. മാത്രമല്ല വോട്ട് കണക്കിൽ സ്വാഭാവികമായ ഒരു മൂന്നാം ഒരു ബദലോ അല്ലെങ്കിൽ മൂന്നാം ഇടം എന്നൊരു സംഭവം കൂടി ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷ BJP-ക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും ആ രീതിയിൽ പൂർണ്ണമായി ഉണ്ടായിട്ടില്ല. ചില കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ചില ജില്ലകളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ പൊതുവിൽ സംസ്ഥാനം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു മൂന്നാം മുന്നണിയായി BJP അവർക്കൊപ്പമുള്ള ഘടകകക്ഷികളും മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള അവലോകനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.